ട്രെൻഡി ആയിട്ടുള്ള ഫ്രണ്ട് പ്ലീറ്റഡ് വീനക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അളവൊക്കെ കറക്റ്റായിട്ടുള്ള ബാക്ക് ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെട്ടണത്. നമ്മൾ ഫ്രണ്ടിൽ ഇതേപോലെ 5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ വിട്ടിട്ട് വേണം കേട്ടോ ആ ബാക്ക് ഭാഗം വെക്കാനായിട്ട്. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം കൈക്കുഴിയും കാര്യങ്ങളും കഴുത്തൊക്കെ അടയാളപ്പെടുത്താൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബാക്ക് വേറെ വെട്ടിയതിന് ശേഷം ഇവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നത്. മിനിയേച്ചർ രൂപമായതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. 5 ഇഞ്ചെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രില്ല് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ബാക്ക് വശം വെച്ചതിന് ശേഷം കൈക്കുഴിയും കഴുത്തിൻ്റെ അളവൊക്കെ ഇതേപോലെ അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ വീടെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഫ്രണ്ടിൽ നമ്മൾ വിട്ട് 5 ഇഞ്ചോട് കൂടി ആ കഴുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. കഴുത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടയാളപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്ക് 3.5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. ചിലർക്ക് ചിലപ്പോൾ 4 ഇഞ്ചായിരിക്കും ഒക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്താം. ഫ്രണ്ടിൽ കൂടുതലുള്ള ഈ ക്ലോത്ത് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഞെറിവായിട്ട് ഇതേപോലെ മുട്ടുസൂചി കുത്തി കൊടുക്കുക കേട്ടോ. ഇത് മൊത്തം ഇതേപോലെ ഞെറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വേണം. കാരണം നമ്മൾ 1/2 ഇഞ്ചാണല്ലോ ഒരു സൈഡ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ 2 സൈഡും കൂടി 1 ഇഞ്ച് നമുക്ക് വേണം കേട്ടോ. മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് തേച്ചും കൂടി എടുക്കാം കേട്ടോ. ഇത് ഇനി വേറൊരു പീസ് ഈ വീനക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു മറിക്കണം. 1 ഇഞ്ച് ഉണ്ടാകുന്ന ഞാൻ ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കിയതാണ് കേട്ടോ. 1/4 ഇഞ്ച് സീം അലവൻസിൽ നമുക്ക് ഈ ഫ്രണ്ടിനൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. തയ്ക്കണ സമയത്ത് ഞാൻ മുട്ടുസൂചി ഊരിയിട്ടില്ല കേട്ടോ. തുണി ഇങ്ങനത്തെ ഒരു സിൽക്കി ആയതുകൊണ്ട് ചിലപ്പോൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ്സ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഊരാഞ്ഞത്. വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി ഊരാനായിട്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ഇത് ഊരുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഇതേപോലെ തുണികളൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം സൈഡൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഈ തുണി ഇപ്പുറത്തേക്ക് മറിച്ചിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്ത് അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 3 ഇഞ്ചിൻ്റെ പീസ് ഇതേപോലെ 2 ആക്കി മടക്കുക. അപ്പോൾ ഒരു വശം നമുക്ക് 1.5 ഇഞ്ച് കിട്ടും. എന്നിട്ട് അത് 2 പീസ് ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാം. ഇനി കഴുത്തിൻ്റെ സെൻറ്റർ ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഓരോ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കാട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓവർലാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. ഞാനിവിടെ 2 വി പോലെ നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. 2 പീസ് ഇതേപോലെ വി ആയിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ല എന്ന് വെച്ചിട്ടാണ് സെൻറ്റർ അടയാളപ്പെടുത്തുന്നത്. സൈഡിലേക്ക് ഇതേപോലെ മുട്ടുസൂചി കുത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ മുകളിലേക്ക് കൂടി ഒന്നുകൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീനക്ക് ഇവിടെ റെഡിയാണ്. എന്ത് സിമ്പിളായിട്ട് കഴിഞ്ഞു നോക്കിയേ. ഇനി നമുക്ക് ബാക്ക് വശത്ത് ഇതേപോലെ എക്സ്ട്രാ തുണിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അവിടേക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊരു ചുരിദാറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ചുരിദാർ തയ്ക്കാനായിട്ടുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ രൂപത്തിൽ ഇത് കാണിച്ചു തരുന്നത്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. എന്തായാലും അടുത്ത് തന്നെ ചുരിദാറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ.